ഹായ് ഫ്രണ്ട്സ്, സിവിൽ കോണ്ടൂറിൻ്റെ ഇല്യൂസ്ട്രേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള 14ാമത്തെ ക്വിസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വിസിൻ്റെ ടോപ്പിക് തിയോളൈറ്റ് സർവേയിങ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലോട്ടും പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദി വെർട്ടിക്കൽ സർക്കിൾ ഈസ് എ സർക്കുലർ ഗ്രാജുവേറ്റഡ് ആർക്ക് അറ്റാച്ച്ഡ് ടു ദി ഡാഷ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇന്നർ ആക്സിസ്, ലൈൻ ഓഫ് സൈറ്റ്, ട്രണ്ണിയൻ ആക്സിസ്, ഔട്ടർ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ബ്രീഫ്ലി, വളരെ ബ്രീഫായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം തിയോളൈറ്റ് സർവേയിങ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം വളരെ ബ്രീഫായിട്ട് തിയോളൈറ്റ്സിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്കൊന്ന് ഒരു ലൈൻ ഡയഗ്രാം ത്രൂ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമുക്ക് തിയോളൈറ്റ്സിൻ്റെ പാർട്സിനെ ബ്രോഡ്ലി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെ നമുക്ക് ലെവലിംഗ് ഹെഡ് അസംബ്ലി, ഹൊറിസോണ്ടൽ സർക്കിൾ അസംബ്ലി, അലിഡേഡ് അസംബ്ലി എന്ന് ഈ പറഞ്ഞ 3 ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓരോന്നിലും കുറേ പാർട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം തിയോളൈറ്റിൻ്റെ അലിഡേഡ് അസംബ്ലിയിൽ വരുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ തിയോളൈറ്റിൻ്റെ ഒരു ലൈൻ ഡയഗ്രമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതിലെ സെക്കൻഡ് പിക്ചറിൻ്റെ സർക്കുലർ ആർക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ നമ്മൾ ട്രണ്ണിയൻ ആക്സിസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ 2 ഡയറക്ഷനിൽ നിന്നുള്ള വ്യൂസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പോലെ ഏത് ആക്സിസിലാണ് വെർട്ടിക്കൽ സർക്കിൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, ദി വെർട്ടിക്കൽ സർക്കിൾ ഈസ് എ സർക്കുലർ ഗ്രാജുവേറ്റഡ് ആർക്ക് അറ്റാച്ച്ഡ് ടു ദി ട്രണ്ണിയൻ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി ഇൻഡെക്സ് ഫ്രെയിം ഈസ് ഡാഷ് ഷേപ്ഡ് ഫ്രെയിം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് UVTA. അപ്പം ഈ പറയുന്ന ലെറ്ററുകളിൽ ഏത് ലെറ്ററിൻ്റെ ഷേപ്പാണ് ഇൻഡെക്സ് ഫ്രെയിമിനുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനോട്ട് പോകാം. ബേസിക്കലി ഇൻഡെക്സ് ഫ്രെയിമിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് പിടികിട്ടും. T ഷേപ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം എന്താണ് ഈ ഒരു ഇൻഡെക്സ് ഫ്രെയിം എന്നുള്ളതോടെ നമുക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ഇത് ബേസിക്കലി ഒരു വെർട്ടിക്കൽ ലെഗും ക്ലിപ്പിംഗ് ആം എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽ ലെഗും ഒരു ഹൊറിസോണ്ടൽ ബാറൂടെ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്, തിയോളൈറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഇതിൻ്റെ ഈ ഹൊറിസോണ്ടൽ ബാർസിൻ്റെ 2 അറ്റങ്ങളിലും വെർനിയർ ആം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ടു റീഡ് വെർട്ടിക്കൽ ആംഗിൾസ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് ബബിളിനെയും അതേപോലെ തന്നെ വെർനിയർ റീഡിങ്ങിനെയും സീറ്റ് ചെയ്യുന്ന ഒരു ഭാഗോടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലായി, ഓപ്ഷൻ 3 T ഷേപ്ഡ് എന്നുള്ളതാണ്. ദി ഇൻഡെക്സ് ഫ്രെയിം ഈസ് T ഷേപ്ഡ് ഫ്രെയിം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ തിയോളൈറ്റ്സ് 2 സ്റ്റാൻഡേർഡ്സ് റിസംബിൾ ദി ലെറ്റർ. മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ടു സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന തിയോളൈറ്റിൻ്റെ പാർട്ട് ഏത് ലെറ്ററിനുമായിട്ടാണ് റിസംബിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് UVTA. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഫിഗറാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു A ഷേപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇതിനെ നമ്മൾ A ഫ്രെയിം എന്നും പറയാറുണ്ട്. അപ്പം 2 സ്റ്റാൻഡേർഡ്സ് ആർ മൗണ്ടഡ് ഓൺ ദി അപ്പർ പ്ലേറ്റ്സിൻ്റെ മണ്ടയ്ക്കാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ദി ട്രണ്ണിയൻ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദീസ്. A ഫ്രെയിമിൻ്റെ മണ്ടയ്ക്കാണ് ട്രണ്ണിയൻ ആക്സിസ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. T ഫ്രെയിം ആൻഡ് ദി ആം ഓഫ് വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് ആർ ഓൾസോ അറ്റാച്ച് ടു ദി A ഫ്രെയിം. A ഫ്രെയിമിലോട്ട് T ഫ്രെയിമും അതേപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പിൻ്റെ ആമും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 4 A ഷേപ്ഡ് എന്നുള്ളതാണ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലേറ്റ് ലെവൽസ് കംസ് അണ്ടർ ഡാഷ് എറർ. ബേസിക്കലി നമുക്ക് പല ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട് തിയോളൈറ്റ് സർവേയിങ്ങിൽ. അപ്പം മേജറായിട്ട് വരുന്ന സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ തിയോളൈറ്റ് വർക്ക് എന്ന് പറയുമ്പം ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് വരാം, അതേപോലെ തന്നെ പേഴ്സണൽ എറേഴ്സ് വരാം, അതേപോലെ തന്നെ നാച്ചുറൽ എറേഴ്സും വരാം. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്നുള്ളതിൻ്റെ താഴെ വരുന്ന ഏതൊക്കെ എറേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ബ്രീഫായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്സ് എന്നുള്ള ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലേറ്റ് ലെവൽസ് കംസ് അണ്ടർ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്നുള്ളതാണ് ആൻസർ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രൈപോഡ് കംസ് അണ്ടർ ഡാഷ് സോഴ്സ് ഓഫ് എറർ. മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ഉണ്ട്, പേഴ്സണൽ എറേഴ്സ് ഉണ്ട്, അതേപോലെ നാച്ചുറൽ എറേഴ്സ് ഉണ്ട്. നാച്ചുറൽ എറേഴ്സിൽ വരുന്ന പോയിന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലൊന്ന് അൺഈക്വൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ, അൺഈക്വൽ എക്സ്പാൻഷൻ ഓഫ് പാർട്സ് ഓഫ് ടെലിസ്കോപ്പ് ആൻഡ് സർക്കിൾസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രൈപോഡ്, വിൻഡ് പ്രൊഡ്യൂസിങ് വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ
ഓപ്ഷൻ 2 നാച്ചുറൽ എറർ എന്നുള്ളതാണ്. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രൈപോഡ് കംസ് അണ്ടർ നാച്ചുറൽ സോഴ്സ് ഓഫ് എറർ. ഇനി ആറാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. ദി എറർ ഡ്യൂ ടു നോൺ വെർട്ടിക്കാലിറ്റി ഓഫ് ദി വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി തിയോളൈറ്റ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഈസ് എലിമിനേറ്റഡ് ഇൻ ദി മെത്തേഡ് ഓഫ് റിപ്പിറ്റേഷൻ ഓൺലി. സെക്കൻഡ് ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ് ഇൻ ദി മെത്തേഡ് ഓഫ് റീഐട്രേഷൻ ഓൺലി. തേർഡ് ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ് ഇൻ ദി മെത്തേഡ് ഓഫ് repetition as well as reiteration. Fourth option cannot be eliminated by any method. ഇതിൻ്റെ ആൻസർ cannot be eliminated by any method എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. ആൻ ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദി ഹൊറിസോണ്ടൽ ഈസ് കോൾഡ്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിൾ, ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആംഗിൾ എന്നുള്ളതാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. An angle measured clockwise from the preceding survey line to the following survey line is called. Options direct angle, vertical angle, horizontal angle, deflection angle. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡയറക്റ്റ് ആംഗിൾ എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ആംഗിൾസ് ടു ദി റൈറ്റ് എന്നും അസിമുത്ത് ഫ്രം ദി ബാക്ക് ലൈൻ എന്നും നമുക്ക് ഓൾട്ടർനേറ്റീവ് നെയിംസ് കൊണ്ടും പറയാൻ പറ്റും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ദി ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്ന ആംഗിളിന് ഏത് റേഞ്ചിലുള്ള വാല്യൂസ് ആവാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 0 and 45, 0 and 90, 0 and 180, 90 and 180 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആൽഫ അതേപോലെ തീറ്റ ആംഗിൾസ് കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്ന ആംഗിൾസിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുമ്പോൾ. എ ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് എ ആംഗിൾ വിച്ച് എ സർവേ ലൈൻ മേക്സ് ദി പ്രൊലോങ്ങിനേഷൻ ഓഫ് ദി പ്രൊസീഡിങ് ലൈൻ. അതായത് നമ്മൾ ഏത് ലൈനിൽ നിന്നാണോ ഈ ആംഗിൾ മെഷർ ചെയ്തേക്കുന്നത് അതിൻ്റെ പ്രൊലോങ്ങേഷനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആംഗിളിനാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് ആംഗിൾ ക്ലോക്ക് വൈസ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0 to 360 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0 to 180 ഡിഗ്രീസ് വരെയാണ് വരുന്നത്. ഇത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എയ്തർ ലെഫ്റ്റ് ഓർ എയ്തർ റൈറ്റ് എന്നാണ് നമ്മളിതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫിഗർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 3 ആണ്, 0 and 180. ദി ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ 0 and 180. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് യൂസ് ടു ചെക്ക് ദി ഹൊറിസോണ്ടാലിറ്റി ഓഫ് ട്രെൻഡിയൻ ആക്സിസ്. ഓപ്ഷൻസ് ട്രൈബാച്ച്, സ്ട്രൈഡിംഗ് ലെവൽ, പ്ലേറ്റ് ബബിൾ, ലെവൽ 2. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ സ്ട്രൈഡിംഗ് ലെവൽ എന്നുള്ളതാണ്. ബേസിക്കലി സ്ട്രൈഡിംഗ് ലെവൽ ഈസ് എ സ്പിരിറ്റ് ലെവൽ സോ മൗണ്ടഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് astride a surveying instrument and so support that it can be used for precise leveling of the horizontal angle of the instrument or for measuring any remaining inclination of the horizontal axis. ബേസിക്കലി ഒരു സർവേ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്ട്രൈഡിംഗ് ലെവൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം അത്യാവശ്യം ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തിയോളൈറ്റ് സർവേയെക്കുറിച്ചുള്ള ഇലാബറേറ്റ് ലെക്ചേഴ്സ് ഞങ്ങളുടെ വരും വീഡിയോസിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും ഫോർ മോർ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടാണ് എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു.